അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ +1 അക്കൗണ്ടൻസിയിലെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന പരീക്ഷയ്ക്ക് വന്ന ഓരോ ചാപ്റ്റർ വൈസ് PYQ റിവിഷനാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം കുറച്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ള 3 ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. ആ 3 ലക്ഷ്യങ്ങൾ പഠിച്ചു വെക്കണം. പിന്നീട് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്, നല്ലൊരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ഒരു 4 ക്വാളിറ്റികൾ, 4 സ്വഭാവങ്ങൾ പറയുന്നുണ്ട്, അത് പഠിച്ചു വെക്കണം. പിന്നെ കുറച്ച് ടേംസുകളാണ്: അസറ്റ്, ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ലയബിലിറ്റീസ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, പർച്ചേസ്, സെയിൽസ്, അങ്ങനത്തെ കുറച്ച് ടേംസുകൾ എന്താക്കണം, കൂട്ടത്തിൽ പഠിച്ചിരിക്കണം. പിന്നെ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ 3 ബ്രാഞ്ചുകൾ പറയുന്നുണ്ട്. ഇത്ര വളരെ കുറഞ്ഞ സാധനം മാത്രമേ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 2018 മുതലുള്ള ഓരോ ചാപ്റ്ററിൻ്റെയും ഓരോ വർഷങ്ങളിൽ വന്ന ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത് ഒരു നോട്ട്ബുക്ക് പർച്ചേസ് ചെയ്യണം. നോട്ട്ബുക്ക് പർച്ചേസ് ചെയ്യുന്നത് ആരാണ്? ഒരു സ്റ്റേഷനറി കട ഒരു നോട്ട്ബുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ പർച്ചേസ് അതല്ലെങ്കിൽ ആ ബുക്ക് വാങ്ങുന്ന പ്രക്രിയ ഏത് ഗണത്തിലാണ് പെടുക എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഓപ്ഷൻ തന്നിട്ടുള്ളത് അസറ്റാണ്, പിന്നൊന്ന് ഇൻകമാണ്, പിന്നൊന്ന് പർച്ചേസാണ്, പിന്നൊന്ന് ലയബിലിറ്റിയാണ്. അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ 4 ഓപ്ഷനുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. സ്റ്റേഷനറി കടയിൽ നോട്ട്ബുക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്, വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വിൽക്കുന്നതിലൂടെ നമുക്ക് എന്താ കിട്ടുക? ലാഭമാണ് കിട്ടുക. അപ്പോൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ ഇൻകം എന്ന് പറയും. ആ വിൽക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുന്നതിനെ നമ്മൾ പർച്ചേസ് എന്നാണ് പറയുക. ഓക്കെ, പിന്നെ അതിൽ അസറ്റ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ സാധനം പുസ്തകം എന്നും അവിടെ സ്ഥിരമായിട്ട് അവിടെ വെക്കാൻ വേണ്ടി വാങ്ങുന്നതാണോ പുസ്തകം? അല്ല. ഓക്കെ, പിന്നെ അവിടെ ഓപ്ഷൻ ഉള്ളത് എന്താണ്? ലയബിലിറ്റി. അപ്പോൾ 4 ഓപ്ഷനുകൾ പറയുന്നുണ്ട്. അവിടെ ഉത്തരം പർച്ചേസാണ് അവിടുത്തെ ഉത്തരം. കാരണം ഈ പർച്ചേസ് എന്നുള്ള സാധനം എന്താണ്? നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനറി കട എന്നുള്ളത്. സ്റ്റേഷനറി കട എന്ന് പറയലോടുകൂടെ ആ പുസ്തകം അവർക്ക് വിറ്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനാണ് എന്നെന്താക്കണം, നമ്മൾ മനസ്സിലാക്കണം. അതേസമയം നിങ്ങളോട് പറയാണ് അതൊരു ഫർണിച്ചർ കടയാണ്. ആ ഫർണിച്ചർ കടയാണ് എന്താക്കിയിട്ടുള്ളത്? ഈ പുസ്തകം വാങ്ങിയിട്ടുള്ളതെങ്കിൽ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക, ആ പുസ്തകം നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് അത് പർച്ചേസിലാണ് വരിക. കാരണം ഫർണിച്ചർ കടയിലും പുസ്തകം എന്തായാലും കച്ചവടം ചെയ്യാറില്ല. ക്ലിയർ ആണല്ലോ? പർച്ചേസ് എന്നാണ് ഒന്നാമത്തേന് ഉത്തരം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യം നോക്കുക. രണ്ടാമത്തെ ചോദ്യം വരുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈവൻ ഈസ് നോട്ട് എ ബിസിനസ് ട്രാൻസാക്ഷൻ? താഴെ പറയുന്നതിൽ ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തത് ഏത്? ഓക്കെ, അതിൽ ഓപ്ഷനുകൾ തന്നിട്ടുള്ളത് ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്, പൈസ കൊടുത്തു സാധനം വാങ്ങി, പൈസ കൊടുത്തു ഫർണിച്ചർ വാങ്ങി. ഫർണിച്ചർ എന്നുള്ളത് ഫിക്സഡ് അസറ്റാണ്. പിന്നെ നോക്കുക, ഗുഡ്സ് ആർ ഓർഡേഡ് ഫോർ നെക്സ്റ്റ് മന്ത്, അടുത്ത മാസത്തേക്കുള്ള ഗുഡ്സ് എന്താക്കി ഓർഡർ ചെയ്തു, വസ്തു എന്താക്കി ഓർഡർ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ഡെപ്റ്റേഴ്സിൻ്റെ കുറച്ച് ശതമാനം ബാഡ് ഡെപ്റ്റാക്കി മാറ്റി വെച്ചു എന്നതാണ് പറയുന്നത്. ഡെപ്റ്റേഴ്സിൻ്റെ കുറച്ച് ഭാഗം, ആ ഡെപ്റ്റേഴ്സ് എന്നുള്ളത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കട്ടോ. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള ആളെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. നമുക്ക് പൈസ തരാനുള്ള ആൾ. എപ്പോഴും മാറിപ്പോകുന്ന 2 സാധനമാണ്, ഒന്ന് ഡെപ്റ്റേഴ്സും ഒന്ന് ക്രെഡിറ്റേഴ്സും. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആൾ. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ, നമ്മൾ മീൻസ് ഇവിടെ ബിസിനസ്സാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെൻഡിങ് ആണ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ടു എംപ്ലോയി എന്ന് പറയുമ്പോൾ, സാലറി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ മാസവും നമ്മളെ തൊഴിലാളിക്ക് കൊടുക്കേണ്ട സാധനമാണ്. അത് മൊത്തമായിട്ട് എന്തായിട്ടില്ല, കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദിച്ച 4 ഓപ്ഷൻ ഉണ്ട്. ഈ 4 ഓപ്ഷത്തിൽ ഉത്തരം വരുന്നത്
പിന്നെ ഗുഡ്സ് ഓർഡേഡ് ഫോർ നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞില്ലേ, അതാണ് അതിൽ ഉത്തരം വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ സമയത്ത് അത് എന്തായി മാറിയിട്ടില്ല, അതൊരു പിന്നെ ബിസിനസ് ട്രാൻസാക്ഷൻ ആയിട്ട് മാറിയില്ല. പിന്നെ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം, കാരണം അടുത്ത മാസത്തേക്കല്ലേ, അപ്പോൾ അടുത്ത മാസം എന്താവുള്ളൂ, അതൊരു ഇടപാടായിട്ട് മാറുള്ളൂ. ഈ മാസം അതെന്തല്ല, ഇടപാടല്ല. അപ്പോൾ ഉത്തരം വരുന്നത് ആ രണ്ടാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചോദ്യം, എ പേഴ്സൺ, ഒരു വ്യക്തി, ടു ഹും, ആ വ്യക്തിക്ക് ടു ബിസിനസ് വാസ് മണി, ആ വ്യക്തിക്ക് ബിസിനസ് പൈസ കൊടുക്കാണ്ടെന്നാണ്. ആ വ്യക്തിക്ക് എന്താവാനുണ്ട്, ബിസിനസ് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബിസിനസ് അയാൾക്ക് ക്യാഷ് കൊടുക്കാണ്ട് എന്നാണ് പറഞ്ഞത്. ബിസിനസ് അയാൾക്ക് ക്യാഷ് കൊടുക്കാണ്ട് എന്ന് പറയുമ്പോൾ അയാൾ ബിസിനസ്സിൻ്റെ ആരായിരിക്കും? നമ്മൾ പറഞ്ഞില്ലേ ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനം. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അയാൾ ബിസിനസ്സിലോട്ട് പൈസ തരാണ്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാലോ ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആൾ. അപ്പോൾ അവിടുത്തെ ഓപ്ഷനുകൾ ഏതൊക്കെയാണ് നോക്ക്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, മാനേജർ, പാർട്ണർ. ഇവിടെ ബിസിനസ് എന്താവുകയാണ്, എ പേഴ്സൺ ടു ഹും, ആ പേഴ്സണിന് ബിസിനസ് പൈസ കൊടുക്കാണ്ട് എന്നല്ല പറഞ്ഞത്. അപ്പം ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എന്നുള്ളത് ഒരു ബാധ്യതയാണ്. പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ള ആൾ നമുക്ക് എന്താണ്, അയാളൊരു ബാധ്യതയാണ്. അപ്പോൾ ക്രെഡിറ്ററാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അടുത്ത് നമ്മളോട് ചോദിക്കുന്നത് പിക്ക് ഔട്ട് ദ റോങ് പെയർ, തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. പിക്ക് ഔട്ട് ദ റോങ് പെയറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏത് ബേസിലാണ് ആ സാധനം തരംതിരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആദ്യം നോക്കണം. അപ്പോൾ നിങ്ങൾ അസറ്റ് ബേസിലാണ്, ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ആ ഒരു ബേസിലാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്, ഇത് മൂന്ന് എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ സ്ഥിരമായിട്ട് നമ്മൾ വെക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഞാനൊരു ഒരു റബ്ബറിൻ്റെ, ഒരു ടയറിൻ്റെ കമ്പനി, ചെരുപ്പിൻ്റെ കമ്പനിയാണ് എൻ്റെത്. ഓക്കെ, അപ്പോൾ ആ ചെരുപ്പിൻ്റെ കമ്പനിയിൽ ഞാൻ വാങ്ങുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ചെരുപ്പ്, ഞാൻ റബ്ബർ വാങ്ങിക്കൊണ്ടുവന്ന് ചെരുപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണെങ്കിൽ ആ റബ്ബർ എന്നുള്ളത് കറണ്ട് അസറ്റാണ്. കാരണം എന്താ, ഇന്ന് ഒരു റബ്ബർ വന്നു, നാളെ അത് തിരിച്ചു പോവും, മറ്റന്നാൾ വേറെ റബ്ബർ വരും, അത് ഉൽപ്പാദിപ്പിച്ച് വീണ്ടും ചെരുപ്പായിട്ട് പോവും. ഓക്കെ, അപ്പം ആ ചെരുപ്പ് എന്താണ്, കറണ്ട് അസറ്റാണ്. അതേസമയം ആ ചെരുപ്പ് ഞാൻ ഉണ്ടാക്കുന്ന മെഷീനറി അതവിടെ ഫിക്സഡാണ്, അത് ഫിക്സഡ് അസറ്റാണ്. അതുള്ള ബിൽഡിങ് ഫിക്സഡാണ്, അവിടുത്തെ ഫാന് ഫിക്സഡാണ്, അവിടുത്തെ മേശ ഫിക്സഡാണ്. ക്ലിയർ ആണോ? എന്താ, ഇപ്പോൾ ആ ഭൂമി ഫിക്സഡാണ്. അപ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അതോടൊപ്പം തന്നെ ഈ ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ടാഞ്ചിബിൾ മീൻസ് ടച്ചബിൾ എന്ന അർത്ഥം വെച്ചാൽ മതി. അപ്പോൾ ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റാത്ത ചില അധികാരങ്ങളൊക്കെ നമ്മൾ അസറ്റുകളായിട്ട് മാറും. ഇപ്പോൾ ചില പുസ്തകങ്ങളൊക്കെ, അതല്ലെങ്കിൽ ചില പ്രൊഡക്റ്റുകളൊക്കെ ചില ആളുകൾക്ക് മാത്രമേ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എല്ലാവർക്കും ഉണ്ടാക്കാനുള്ള അധികാരം ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അത് എന്താണ്, നമ്മളൊരു അവകാശമാണ്. ആ അവകാശം ഒരു അസറ്റാണ്. പക്ഷെ ആ അവകാശത്തെ നമുക്ക് തൊടാനൊന്നും പറ്റില്ല. ഓക്കെ, അതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് കൊണ്ട് എന്താവുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ്, ഇപ്പോൾ പുസ്തകത്തിൻ്റെ കോപ്പിറൈറ്റുകളൊക്കെ ഉണ്ടാവില്ലേ, ആ പുസ്തകം നമുക്ക് മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, അച്ചടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഒരു അധികാരമാണ്. ആ അധികാരത്തിനെ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നോക്കട്ടോ, ഇവിടുത്തെ റോങ് പെയർ ഏതൊക്കെയാണ്. ഒന്നാമത്തത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ലാൻഡ് എന്നുള്ള സാധനം, ബിൽഡിംഗ് എന്നുള്ള സാധനം ഫിക്സഡ് അസറ്റാണ്. അതോടൊപ്പം തന്നെ ക്യാഷ്, സ്റ്റോക്ക്, ഇത് രണ്ടും കറണ്ട് അസറ്റാണ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇന്ന് വന്ന ക്യാഷ് ആയിരിക്കില്ല നാളെ ഉണ്ടാകുക, നാളത്തെ ക്യാഷ് ആയിരിക്കില്ല മറ്റന്നാൾ ഉണ്ടാവുക. ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടാവും, പക്ഷേ ക്യാഷ് എന്നുള്ള സാധനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ സ്റ്റോക്കും അങ്ങനെ തന്നെയാണ്. ഇന്നലെ വന്ന റബ്ബറല്ല, അത് പോയി പുതിയ റബ്ബർ വന്നു. അപ്പോൾ അത് രണ്ടും കറണ്ട് അസറ്റാണ്. പിന്നെ നോക്ക്, ഡെപ്റ്റേഴ്സ് ആൻഡ് മെഷീനറിയാണ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പൈസ തരാനുള്ള ആളുകൾക്കാണ്, നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡെപ്റ്റർ എന്ന് പറയാം, ആണല്ലോ. അത് ഇന്നത്തെ ഡെപ്റ്റർ തന്നെ ആണെന്നുണ്ടോ നാളെ? ഇല്ല. ഇന്നലെ പൈസ തരാനുള്ള ആൾ എന്താക്കി, ഇന്ന് രാത്രി പൈസ കൊണ്ടുവന്നു, നാളെ വേറൊരാൾ എന്താക്കി നമ്മളിൽ നിന്ന് സാധനം വാങ്ങിപ്പോയി, അപ്പോൾ അയാൾ നമ്മൾ ഡെപ്റ്ററായി. അപ്പോൾ ഡെപ്റ്റർ എന്നുള്ള സാധനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ പെയറായിട്ട് കൊടുത്തത് എന്താണ്, മെഷീനറിയാണ്. മെഷീനറി എന്താണ്, ഫിക്സഡ് അസറ്റാണ്. നമ്മൾ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള സാധനമാണ് ഈ മെഷീനറി എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അത് ഫിക്സഡ് അസറ്റാണ്. ഈ ഡെപ്റ്റേഴ്സ് എന്നുള്ള സാധനം കറണ്ട് അസറ്റാണ്, മെഷീനറി എന്നുള്ള സാധനം ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ വിഷയം ബോധ്യപ്പെട്ടു, അതാണ് അവിടുത്തെ റോങ് പെയർ എന്ന് പറയുന്നത്. പിന്നുള്ളത് കോപ്പിറൈറ്റ്, പാറ്റൻറ്റ്, ഇത് രണ്ട് സാധനം എന്താണ്, ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് ആൻഡ് മെഷീനറി എന്നുള്ളതാണ് എന്ത് ഇവിടുത്തെ ഈ പെയർ റോങ് പെയറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ക്രിയേറ്റീവ് ട്രേഡേഴ്സ് പ്രൊവൈഡ്സ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ് വെൻ ഇഫ് ഇറ്റ്സ് റിക്വയർഡ്. അതായത് ക്രിയേറ്റീവ് ഒരു സ്ഥാപനം, ആ സ്ഥാപനം എന്താവുന്നു, ആവശ്യം വരുന്ന സമയത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷനുകൾ എന്താവുന്നു, കൈമാറുന്നു. അപ്പോൾ നമുക്ക് വിഷയമല്ല, പക്ഷേ അതിന് തൊട്ടപ്പുറത്തുള്ളതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ചോദ്യം നോക്കുക, സ്പെസിഫൈ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റി,
അത് എന്താണെന്ന് പറയാനാണ്. ഉത്തരം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചു വെക്കുക. അധിക സമയത്ത് പരീക്ഷയ്ക്ക് വരുന്നൊരു സാധനമാണ്. 4 സാധനങ്ങൾ. ഒന്ന് അണ്ടർസ്റ്റാൻഡബിലിറ്റി, പിന്നൊന്ന് റെലവൻസ്, പിന്നൊന്ന് കമ്പയറബിലിറ്റി, പിന്നൊന്ന് റിലയബിലിറ്റി. ഈ 4 സാധനങ്ങളാണ്. ആ 4 സാധനം എന്താക്കുക, അത് അങ്ങനെ തന്നെ അവിടെ പഠിച്ചു വെക്കുക. വിശദീകരിക്കാനൊന്നും അങ്ങനെ ഓവർ ചോദിക്കില്ല. ആ 4 സാധനം മാത്രം എന്താക്കിയാൽ മതി, പഠിച്ചു വെച്ചാൽ മതി. ഇനി അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിലാവുന്ന രൂപത്തിൽ പിന്നെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി റെലവൻസ് എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാലോ, നമ്മൾ ഇൻഫർമേഷൻ മറ്റുള്ള സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ടുമായിട്ട് എന്താക്കാൻ പറ്റുക, കമ്പയർ ചെയ്യാൻ പറ്റുന്നതാവുക. പിന്നെ അതോടൊപ്പം തന്നെ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യമായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് എന്താക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത വീണ്ടും നമുക്ക് പറയുന്നത് റോങ് പെയർ ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. റോങ് പെയർ. ഈ റോങ് പെയർ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു 2 സ്വഭാവങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒന്ന് ക്യാപിറ്റൽ സ്വഭാവം, ഒന്ന് റവന്യൂ സ്വഭാവം. ഈ ക്യാപിറ്റൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ എപ്പോഴെങ്കിലും നടക്കുന്ന പരിപാടിക്കാണ് നമ്മൾ ക്യാപിറ്റൽ സ്വഭാവം ഉള്ളത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലല്ല കേട്ടോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റവന്യൂ എന്ന് പറയുന്നിടത്തുള്ള ക്യാപിറ്റൽ, അവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റേ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മുതലാളി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം. ഇതല്ല, ക്യാപിറ്റൽ നാച്ചർ, ക്യാപിറ്റൽ സ്വഭാവമുള്ളത്. അപ്പം ക്യാപിറ്റൽ സ്വഭാവമുള്ളതും റവന്യൂ സ്വഭാവമുള്ളതും ഇത് 2 ഓപ്പോസിറ്റ് സാധനങ്ങളാണ്. റവന്യൂ സ്വഭാവമുള്ളത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൽ ഇടയ്ക്കിടെ നടന്നുകൊണ്ടിരിക്കുന്ന സാധനത്തിനാണ് നമ്മൾ റവന്യൂ സ്വഭാവമുള്ളത് എന്ന് പറയാം. ക്യാപിറ്റൽ സ്വഭാവമുള്ളത് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ എപ്പോഴെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനാവശ്യമായ എന്ത് വാങ്ങും, പിന്നെ ബിൽഡിങ് വാങ്ങും. ഈ ബിൽഡിങ് നമ്മൾ എപ്പോഴും വാങ്ങുമോ? ഇല്ല. അപ്പോൾ അതൊരു ക്യാപിറ്റൽ സ്വഭാവമുള്ള സാധനമാണ്. ഇനി വേറൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ജോലിക്കാർക്ക് നമ്മൾ എന്താണ് ശമ്പളം കൊടുക്കുകയാണ്. ഈ ശമ്പളം നമ്മൾ എപ്പോഴെങ്കിലും കൊടുക്കുള്ളൂ? അല്ല, മാസത്തിൽ കൊടുക്കൂലേ? അപ്പോൾ അത് റവന്യൂ സ്വഭാവമുള്ള സാധനമാണ്. ക്ലിയർ ആണോ? എന്താ ക്യാപിറ്റൽ സ്വഭാവമുള്ളത്, റവന്യൂ സ്വഭാവമുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇനി വേറൊന്നും കൂടെ മനസ്സിലാക്കുക. റെസിപ്റ്റും ഉണ്ട്, എക്സ്പെൻഡിച്ചറും ഉണ്ട്. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസ അങ്ങോട്ട് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പൈസ നമ്മളെ കൈയിൽ നിന്ന് പോകുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താക്കുക, ആ റോങ് പെയറിലേക്കൊന്ന് പോവുക. ഒന്നാമത് അവിടെ പറയുന്നത് സാലറി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. സാലറി റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്ലിയർ അല്ലേ? സാലറി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന പരിപാടിയല്ലേ, അപ്പോൾ അത് റവന്യൂ ആണ്. എക്സ്പെൻഡിച്ചർ അല്ലേ, നമ്മളെ കൈയിൽ നിന്ന് പൈസ പോകില്ലേ ചെയ്യുക. നമ്മൾ ബിസിനസ്സാണ്, നമ്മൾ തൊഴിലാളിക്ക് നമ്മൾ പൈസ കൊടുക്കുകയാണ്. അടുത്തത് നോക്കുക, ഫർണിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഫർണിച്ചർ നമ്മൾ വാങ്ങുകയാണ്. ഫർണിച്ചർ നമ്മൾ വാങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഫർണിച്ചർ നമ്മൾ ബിസിനസ്സിലേക്ക് നമ്മൾ ഫർണിച്ചർ എപ്പോഴും വാങ്ങും. നമ്മൾ ഫർണിച്ചറിൻ്റെ കടയല്ല, വേറെ എന്തിൻ്റെ ഒരു കടയാണ്. അപ്പോൾ അവിടേക്കുള്ള ഫർണിച്ചർ നമ്മൾ എപ്പോഴും വാങ്ങും? ഇല്ല, എപ്പോഴെങ്കിലേ വാങ്ങുള്ളൂ. അതുകൊണ്ട് അത് ക്യാപിറ്റലാണ്. ഓക്കെ, എക്സ്പെൻഡിച്ചറാണ്. ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് നമ്മളെ കൈയിൽ നിന്ന് ക്യാഷ് പോവുകയല്ലേ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് നോക്ക്. അടുത്തത് പറയുന്നത് ബാങ്ക് ലോൺ. ബാങ്ക് ലോണിനെ കുറിച്ച് അവിടെ പറയുന്നത് എന്താ, റവന്യൂ റിസീപ്റ്റ് എന്നാണ് പറയുന്നത്. റിസീപ്റ്റും ഒക്കെയാണ്. കാരണം എന്താ, നമ്മൾ ലോൺ നമുക്ക് കിട്ടുന്ന സമയത്ത് പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടല്ലേ ചെയ്യുക. അപ്പോൾ സംഭവമല്ലേ, അതുകൊണ്ട് അത് എന്തിൽ പെട്ടതാണ്, ക്യാപിറ്റൽ പെട്ടതാണ്. പക്ഷേ അവിടെ കൊടുത്തത് എന്താണ്, റവന്യൂ റിസിപ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവിടുത്തെ റോങ് എന്നുള്ള സാധനം. ഇനി അവിടുത്തെ അവസാനത്തെ സാധനം കൂടെ പറഞ്ഞിട്ട് എന്താക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് പറഞ്ഞത് ഇങ്ങനെയാണ്, സെയിൽ ഓഫ് മെഷീനറി ക്യാപിറ്റൽ റിസിപ്റ്റ്. സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞൊരു മെഷീനറി. ഓക്കെ, ഉപയോഗിച്ച് കഴിഞ്ഞൊരു മെഷീനറി നമ്മൾ എപ്പോഴെങ്കിലും വാങ്ങുള്ളൂ. അതുകൊണ്ട് ക്യാപിറ്റലാന്ന് ഉറപ്പാണ്. ഈ മെഷീനറി നമ്മൾ വിൽക്കുക എന്ന് പറയുന്നതോ അതും അപൂർവമായിട്ടേ നടക്കുന്ന സംഭവമുള്ളൂ. എപ്പോഴാണ് നമ്മൾ മെഷീനറി വിൽക്കുക, അതിൻ്റെ ഉപയോഗം ഏറെക്കുറെ താറുമാറായാൽ മാത്രമാണ് നമ്മൾ ആ മെഷീനറി വിൽക്കുക. അപ്പോൾ അത് എപ്പോഴെങ്കിലും നടക്കുന്നൊരു സംഭവമല്ലേ, അതുകൊണ്ട് അതെന്താണ്, ക്യാപിറ്റലാണ്. അതെന്താണ്, റിസീപ്റ്റാണ്. ആ മെഷീനറി വിൽക്കുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ഇങ്ങോട്ട് കിട്ടൂലേ, അപ്പോൾ അത് റിസീപ്റ്റാണ്. അപ്പോൾ അത് റെഡിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് റോങ് പെയർ എന്ന് പറഞ്ഞത് എന്താണ്, നമ്മൾ ഈ ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം, ദ പേഴ്സൺ ഹൂ ഓസ് മണി ടു ദ ബിസിനസ് ഈസ് കോൾഡ്. ഒരു വ്യക്തി, അയാൾ ബിസിനസ്സിന് ഇങ്ങോട്ട് പൈസ കൊടുക്കാണ്ട്, നേരത്തെ പറഞ്ഞ ബിസിനസ് അങ്ങോട്ട് കൊടുക്കാണ്ടെന്നാണ്. ബിസിനസ് അങ്ങോട്ട് കൊടുക്കാനുള്ള ആളെ നമ്മൾ ക്രെഡിറ്റർ എന്നാണ് പറയാം. എന്നാൽ ഒരാൾ ബിസിനസ്സിൽ ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളെ നമ്മൾ ഡെബിറ്റർ എന്നാണ് പറയാം. ഓപ്ഷൻ നോക്കുക, ഓപ്ഷനിൽ എന്തുണ്ടാവും, ഡെബിറ്റർ എന്ന് കാണും. ഓക്കെ, ഇനി അതൊന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. ഈ ഡെബിറ്റർ എന്ന് പറഞ്ഞ സാധനം നമ്മളെ പൈസ മൂപ്പരെ കയ്യിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ എൻ്റെ എന്താക്കിയെന്നോ, എൻ്റെ കടയിൽ വന്നിട്ട് 2000 രൂപേൻ്റെ സാധനം വാങ്ങിപ്പോയി, മൂപ്പര് ക്യാഷ് തന്നിട്ടില്ല. അപ്പോൾ എൻ്റെ 2000 മൂപ്പരെ കയ്യിലുണ്ട്. ഇതാണ് ഡെബിറ്റർ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഞാൻ വേറെ ആളോട് എന്താക്കിയെന്ന് ഒരു 3000 ഇങ്ങോട്ട് വാങ്ങി. അപ്പോൾ ഞാൻ അയാൾക്ക് പൈസ അങ്ങോട്ട് കൊടുക്കാണ്ട്, ഞാൻ ബിസിനസ് കേട്ടോ, ഞാൻ അയാൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാണ്ട്, അതാണ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞത്.
ഈ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ പൈസ വേറൊരാളെ കയ്യിൽ എന്ന് പറയുന്നത് നമ്മൾക്ക് അസറ്റാണ്. ഓക്കെ, അതേസമയം വേറൊരാളെ പൈസ നമ്മളെ കയ്യിൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് അസറ്റാണ്, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയാണ്. അതെപ്പോഴും എന്താക്കുക, ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അടുത്ത സാധനം, ക്യാഷ് ഓർ അതർ അസറ്റ് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ടു ദ ബിസിനസ്. ക്യാഷോ അതല്ലെങ്കിൽ ക്യാഷ് പോലത്തെ എന്തെങ്കിലും സാധനം ബിസിനസ്സിലേക്ക് മുതലാളി ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. ക്യാപിറ്റൽ എന്നാണ് പറയുക. ഓക്കെ, അവിടെ ഓപ്ഷൻ ഉള്ളത് ഒന്ന് ഫിക്സഡ് അസറ്റ്, ക്യാപിറ്റൽ, കറണ്ട് അസറ്റ്, നൺ ഓഫ് ദിസ്. അത് ഫിക്സഡ് അസറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കറണ്ട് അസറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റലാണ് ഇവിടെ ഉത്തരം വരുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മുതലാളി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാഷിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് നേരത്തെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത നമ്മളൊരു അവകാശമോ ഒരു അധികാരമൊക്കെ പോലത്തെ സാധനമാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ താഴെ ഏതാണ് നോക്കാം. അപ്പോൾ നോക്കുക, അവിടെ ഗുഡ്വിൽ അടക്കട്ടെ. ഒന്ന് ബിൽഡിങ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റൂലേ? ടച്ച് നിങ്ങൾ ആലോചിച്ചാലും മതി, എന്തായാലും പ്രശ്നമില്ല. ബിൽഡിംഗ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്യാഷ് ടച്ച് ചെയ്യാൻ പറ്റൂലേ? പറ്റും. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കാണ് ഉദ്ദേശിക്കുന്നത്, അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റൂലേ? അപ്പോൾ അതൊക്കെ എന്താണ്, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതേസമയം ഗുഡ്വില്ല് എന്ന് പറഞ്ഞാൽ എന്താ, സ്ഥാപനത്തിൻ്റെ സൽപ്പേരിനാണ് നമ്മൾ ഗുഡ്വില്ല് എന്ന് പറയാം. ഇത് നമുക്കൊരു അസറ്റാണ്. സൽപ്പേരുണ്ടായാൽ എന്താ, അതെങ്ങനെ അസറ്റ് ആവുന്നത്? ആളുകൾ മറ്റുള്ള കട ചൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ നമ്മളെ കട ചൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ ലാഭം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു അത് അസറ്റാണ്. പക്ഷേ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നൊരു അസറ്റാണോ? ഖ്യാതി അതല്ലെങ്കിൽ എന്താ നമ്മളെ പ്രശസ്തി എന്നൊക്കെ പറയുന്ന, സൽപ്പേര് എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് നമ്മളെന്താണ്, അസറ്റാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് എവിടെയെങ്കിലും ചോദിക്കും, പിന്നെ ഈ ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണം എഴുതാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? ഗുഡ്വില്ല് എന്നോ പാറ്റൻ്റ് എന്നോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് എന്നോ ഇതിൽ ഏത് എഴുതിയാലും മതി. ഓക്കെ, അടുത്ത ചോദ്യം, കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ. റവന്യൂ ഉണ്ടാക്കുന്ന സമയത്ത് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ആ പ്രക്രിയയിൽ നമുക്ക് സംഭവിക്കുന്ന ചിലവിനെ നമ്മൾ എന്താണ് പറയുക? ഇപ്പം നമ്മൾ ഒന്നാമത്തെ ചോദ്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. പിന്നെ സ്റ്റേഷനറി കടക്കാരൻ എന്താകാണ്, നോട്ട് ബുക്ക് വാങ്ങുകയാണ്. നോട്ട് ബുക്ക് വാങ്ങുന്നതിന് വേണ്ടി വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ വിൽക്കുന്ന സമയത്ത് അയാൾക്ക് എന്താ കിട്ടുക? വരുമാനം ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ആ വരുമാനം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രക്രിയ എന്താ? സാധനം വാങ്ങുക എന്നുള്ളതല്ലേ. ആ സാധനം വാങ്ങുന്ന സമയത്ത് നമുക്ക് ചിലവാകുന്നതിന് നമ്മൾ എന്താണ് പറയുക? അവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എക്സ്പെൻസ്, ക്യാപിറ്റൽ അസറ്റ്. എക്സ്പെൻസ് എന്നാണ് പറയുക. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസ് ഒരു എക്സ്പെൻസ് അല്ലേ? ഒരു സാധനം വാങ്ങണമെങ്കിൽ നമുക്ക് എന്താവും? അത്രയും പൈസ ചിലവാകും. അതിനെന്താണ് നമ്മൾ എക്സ്പെൻസ് എന്നാണ് പറയുക. ഓക്കെ, അടുത്ത ചോദ്യം, എ പേഴ്സൺ, ഇത് ആവർത്തിച്ച ചോദ്യമാണ് കേട്ടോ. എ പേഴ്സൺ ടു ഹും ദ ബിസിനസ് വാസ് മണി ഈസ് കോൾഡ്. ഒരു വ്യക്തി ടു ഹും, അയാൾക്ക് ബിസിനസ് പൈസ കൊടുക്കാണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്താക്കുക, ഒന്ന് ആൻസർ ചെയ്യുക. നമ്മൾ റിപ്പീറ്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തത്. അടുത്തത്, എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് മുതലാളി കൊണ്ടുവരുന്ന, ഓണർ കൊണ്ടുവരുന്ന പൈസക്ക് നമ്മൾ എന്താണ് പറയുക? അതും എന്താണ്, റിപ്പീറ്റ് ആണ്. അതുകൊണ്ട് എന്താക്കുന്നില്ല, സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക. അടുത്തത്, ഹെവി എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഓൺ അഡ്വർടൈസിങ്. ഹെവി എക്സ്പെൻഡിച്ചർ, ആ ഹെവി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും ഹെവി എക്സ്പെൻഡിച്ചർ, വലിയ പൈസ നമ്മൾ അഡ്വർടൈസിന് വേണ്ടി ചിലവഴിക്കുമോ? ഇല്ല. അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൈസ ചിലവഴിക്കും. അതേസമയം വലിയ തുക, അതാണ് ഹെവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ എപ്പോഴും ചിലവഴിക്കുമോ? ഇല്ല. അപ്പോൾ ഇത് ഏതിൽ പെട്ടതാണ്? ക്യാപിറ്റൽ റിസിപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ. 4 സാധനം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇടയ്ക്കിടയ്ക്കല്ലേ നമ്മൾ ഹെവി ഉണ്ടാവുള്ളൂ? എപ്പോഴെങ്കിലും അല്ലേ ഉണ്ടാവുള്ളൂ? സ്ഥിരമായിട്ട് ഉണ്ടാവുമോ? ഇല്ല. അഡ്വർടൈസ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അതേസമയം ഹെവി അഡ്വർടൈസ്മെൻറ്റോ എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ക്യാപിറ്റലാണെന്ന് മനസ്സിലായി. ഇനി അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുകയാണോ ചെയ്യുക, പൈസ പോവുകയാണോ ചെയ്യുക? പൈസ പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ പേഴ്സൺ ഹു ഓസ് മണി ടു ദ ഫേം. ഫേം എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത്. എ പേഴ്സൺ, ഒരു വ്യക്തി, ഹു ഓസ് മണി ടു ദ ഫേം, അയാൾ ഫേമിന് പൈസ കൊടുക്കാണ്ട്. റിപ്പീറ്റ് ആണ്, അതുകൊണ്ട് എന്താക്കുന്നില്ല, സമയം പോക്കുന്നില്ല. അടുത്ത ചോദ്യം, ദ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ സാധനമൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ബില്ല് കിട്ടും, അല്ലെങ്കിൽ വൗച്ചർ കിട്ടും. ഓക്കെ, ഈ സാധനമാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പം ആ രേഖയെ സപ്പോർട്ട് ചെയ്യുന്ന, അതിന് ബലം കൊടുക്കുന്ന സാധനമാണ് എന്ത്? ഈ ബില്ലുകൾ, അതല്ലെങ്കിൽ വൗച്ചറുകൾ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നോക്ക്, ഇവിടെ ചോദ്യം വന്നത് എന്താണ്? ദ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന
ബിസിനസ് ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ സാധനത്തിൻ്റെ പേരെന്താണ്? ഇൻവെൻട്രി, ഡെപ്റ്റർ, സർക്കുലർ, വൗച്ചർ. നമ്മൾ പറയാം വൗച്ചറാണ് കേട്ടോ. ഓക്കെ, വൗച്ചറാണ് എന്താവുന്നത്? സപ്പോർട്ട് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത്, നിങ്ങളെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും നമ്മളെ ഫോട്ടോസ്റ്റാറ്റ് കയ്യിൽ വേണം കേട്ടോ. ഓക്കെ, നമ്മളെ ഗൂഗിൾ പിന്നെ കയറിയാൽ എന്താവും, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കിട്ടും. ഇവിടെ സ്ക്രീനിൽ ചെറിയൊരു സ്റ്റക്ക് എന്തോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ആ കയ്യിൽ എന്ത് വേണമെന്നോ എപ്പോഴും ആ സാധനം നമ്മൾ ആ ഫോട്ടോസ്റ്റാറ്റ് കയ്യിൽ വേണം. അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്താ വേണ്ടത്, ഇത് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ക്ലാസിഫൈങ് ദ ഫോളോയിങ് ഐറ്റംസ് ആസ് റവന്യൂ, എക്സ്പെൻസ്, ഗെയിന്, പ്രോഫിറ്റ്. റവന്യൂ, എക്സ്പെൻസ്, ഗെയിന്, പ്രോഫിറ്റ്, ഇങ്ങനെ 4 നമ്മളോട് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെ സാധനങ്ങളാണ്? സ്ക്രീനിൽ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം, ക്ലാസിഫൈ ദ ഫോളോയിങ് ഐറ്റംസ് ആസ് റവന്യൂ, എക്സ്പെൻസ്, ഗെയിന്, പ്രോഫിറ്റ്. നമ്മളെ താഴെ കാണുന്ന സാധനത്തിന് റവന്യൂ, എക്സ്പെൻസ്, ഗെയിന്, പ്രോഫിറ്റ് ഇങ്ങനെ 4 തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിൽ റവന്യൂ എന്താണ്, എക്സ്പെൻസ് എന്താണ്, ഗെയിൻ എന്താണ്, പ്രോഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങി, നമ്മളെ സാധനം വാങ്ങി എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മളതൊരു സ്റ്റേഷനറി കടയാണെന്ന് തന്നെ വിചാരിക്കുക. ഈ സ്റ്റേഷനറി കട ആയ സമയത്ത് 8 രൂപയ്ക്ക് നോട്ട് പുസ്തകം വാങ്ങി 10 രൂപയ്ക്ക് നമ്മൾ നോട്ട് ബുക്ക് വിറ്റു. ഓക്കെ, അപ്പോൾ ഈ 2 രൂപ എന്ന് പറഞ്ഞ സാധനം എന്താണ്? പ്രോഫിറ്റാണ് അവിടെ. ഇത് നമ്മൾ ആ ബിസിനസ്സിൽ നമ്മൾ സ്ഥിരമായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് അതിനെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതേസമയം നമുക്ക് നമ്മൾ ഈ സ്റ്റേഷനറി കടയിൽ തന്നെ